സാറെ കരുത്തൊന്നുമില്ല, വലിയൊരു നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതിലും അപ്പുറമായ ഒരു അഭിഷേകമാണ് യൗസേപ്പ് പിതാവ് ഏറ്റെടുത്തത്. ദൈവീക ദർശനത്തോട് പൂർണ്ണമായി വിധേയപ്പെട്ടിട്ട് തിരിച്ച് മറുതലിക്കുകയോ ഒരു വാക്ക് ചോദിക്കൊന്നുമില്ല. സംശയങ്ങൾക്ക് പോലും അവിടെ ഇടയില്ല. യൗസേപ്പ് പിതാവിന് ഉത്തരം വേണ്ട. അതാണ് നമ്മൾ പറയല്ലേ പൂർണ്ണമായ വിശ്വാസം. ദൈവിക സ്വരത്തിന്റെ മുമ്പിൽ ഇട നൽകാത്ത ഒരു പരിപൂർണ വിശ്വാസം യൗസേപ്പ് പിതാവിനുണ്ടായിരുന്നു. ഒന്നുമില്ല. അല്ലെ ചോദിക്കത്തില്ലേ, സക്രിയ ചോദിച്ചതുപോലെ, നോ, ഇതെങ്ങനെ സംഭവിക്കും? അവിശ്വസിച്ചു എന്ന് പറയുന്ന പോലെ യൗസേപ്പ് പിതാവിനെ അവിശ്വസിക്കാമായിരുന്നു. പോയി കഴിഞ്ഞ് ചോദിക്കാമായിരുന്നു, ഞങ്ങൾ എത്ര നാൾ അവിടെ താമസിക്കണം? ദൂതൻ പ്രത്യക്ഷപ്പെട്ടു, ഞങ്ങൾ എത്ര നാൾ അവിടെ കഴിയേണ്ടി വരും? പോകുമ്പോ എത്ര ജോഡി ഡ്രസ്സ് എടുക്കണം? ഞങ്ങൾ ഭക്ഷണം എത്ര നാളത്തേക്ക് കരുതണം? ഞങ്ങൾ ഇനി ഈജിപ്തിൽ ചെന്ന് ഞങ്ങളെ ആര് നോക്കും? സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ ഉരുത്തിരിയുന്ന ആശങ്കകളല്ലേ ഇതൊക്കെ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് ഒരു ദേശത്തേക്ക് പോകാൻ, നമുക്കറിയാത്തൊരിടത്തേക്ക് പോകാൻ, നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് പറിച്ച് നടപ്പെടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആശങ്കകളാണ് ഇതൊക്കെ. പ്രത്യേകിച്ച് ഞങ്ങള് സമർപ്പണ ജീവിതക്കാരൊക്കെ ഒത്തിരി അധികം നേരിടുന്ന, പൗരോഹിത്യ ജീവിതക്കാരൊക്കെ ഒത്തിരി നേരിടുന്ന ഒരു ആശങ്കയാണിത്. നമുക്കൊരു അപ്പോയിന്റ്മെന്റ് വരുമ്പോ അവിടെ വിശ്വാസികളില്ലല്ലോ, അവിടെ പ്രതികൂല അനുഭവങ്ങളാണല്ലോ, അവിടെ കംഫർട്ടബിൾ അല്ലല്ലോ എന്നൊക്കെയുള്ള ചിന്തകൾ മനസ്സിൽ വരാം. അനേകര് ഈ പ്രശ്നത്തിന്റെ പേരിൽ പല മിഷണറി ദൗത്യങ്ങളും പല സമർപ്പണ ജീവിതത്തിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്നും സഭ ഏൽപ്പിക്കുന്ന ഇടങ്ങളിലേക്ക് പോകാൻ വിസമ്മതിക്കുന്നവരെയുണ്ട്. കാരണം എന്താ? റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ദൈവത്തിന്റെ സ്വരം അധികാരികളിലൂടെ സംസാരിക്കുമ്പോ അങ്ങോട്ട് പോകാൻ തയ്യാറാകാത്തവര് വരെയുണ്ട്. കാരണം എന്താ? എനിക്കൊന്ന് യൗസേപ്പ് പിതാവ് ശരിക്കും ഞങ്ങൾ സമർപ്പണ ജീവിതക്കാർക്ക് വലിയൊരു മാതൃകയാണ്. കാരണം എന്താ? ഒരു ചോദ്യം ചെയ്യലില്ല. ദൈവം പറഞ്ഞു, ദൈവത്തിന്റെ സ്വരം അധികാരികളിലൂടെ പറഞ്ഞു, ദൈവദൂതൻ സംസാരിച്ചു, എടുത്തു, കുഞ്ഞിനെ എടുത്തു, അമ്മയും കൂട്ടി ജീവിത പങ്കാളിയും കൂട്ടി പുറപ്പെട്ടു. അതുപോലെ സംശയത്തിന് അല്പം പോലും ഇടം കൊടുക്കാത്ത ഒരു വിശ്വാസം ആരെടുത്തു? യൗസേപ്പ് പിതാവ് എടുത്തു. ഇനി അവിടെ നിന്നാണ് അവര് ഈജിപ്തിലേക്ക് പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈജിപ്ത് ഒരു സംരക്ഷണത്തിന്റെ ഇടമാണ്. ഒരു സംരക്ഷണം. അതെത്ര നാള് പഴയ നിയമത്തില് നമുക്കറിയാം, ഇസ്രായേൽ ജനം ഈജിപ്തിൽ 430 വർഷക്കാലമാണ് വസിച്ചതെങ്കിൽ നമുക്കറിയില്ല എത്ര വർഷക്കാലം, എത്ര നാൾ അവരവിടെ താമസിച്ചെന്ന്. ഏതായാലും ഹെറോദോസിന്റെ മരണം വരെ അവരവിടെ താമസിച്ചു. കഴിഞ്ഞ് തിരിച്ചു പോരാൻ ദൈവത്തിന്റെ ദൂതൻ വീണ്ടും സന്ദേശം നൽകി. ആദ്യകാലങ്ങളിൽ പഴയ നിയമ ഇസ്രായേൽ ജനത്തിന് അതൊരു സംരക്ഷണത്തിന് ഇടമായെങ്കിൽ പിൽക്കാലത്ത് ആ ഇടം അവർക്ക് ഒരു അടിമത്തത്തിന്റെ ഇടമായി മാറി. അപ്പൊ അത് അടിമത്തത്തിന്റെ ഇടമായി മാറിയതിന് കാരണം അവർ ദൈവത്തെ ഉപേക്ഷിച്ചത് കൊണ്ടാണ്. അവർക്കൊരു സംരക്ഷണത്തിന്റെ ഇടം അടിമത്തത്തിന്റെ ഇടമായിട്ട് മാറിയത് അവർ ദൈവത്തെ ഉപേക്ഷിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കുക, ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഈജിപ്ത് എന്ന് കേൾക്കുമ്പോ അത് അടിമത്തത്തിന്റെ നുകമാണ്. ആ അടിമത്തത്തിൽ നിന്നും അവരുടെ നിലവിളിക്കുത്തരമായിട്ട് ദൈവം മോശയെ ഉയർത്തി പഴയ നിയമ ജനത്തെ, ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചതുപോലെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള നിലവിളിയുടെ ഉത്തരമായി എന്നെയും നിങ്ങളെയും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും അവന്റെ കുരിശുമരണത്താൽ വിമോചിപ്പിച്ച് വീണ്ടെടുത്തു. നമ്മൾ ചില സമയത്ത് ഇതുപോലെ ഈജിപ്തിലാണ് വസിക്കുന്നത്. ഈജിപ്തിന്റെ അടിമത്തത്തിലാണ് നമ്മൾ വസിക്കുന്നത്. ഈജിപ്ത് എന്ന് പറയുന്നത് നമ്മുടെ പഴയ സ്വഭാവമാണ്. പഴയ സ്വഭാവം ഉപേക്ഷിക്കേണ്ട, വെട്ടിമാറ്റേണ്ട, തള്ളിക്കളയേണ്ട ഒരു പാപത്തോടുള്ള നമ്മുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില് പൗലോസ് പറയുന്നുണ്ട് കൃത്യമായിട്ട് ആ സ്വഭാവത്തെ കുറിച്ച്. 7-ാം അധ്യായം അതിന്റെ 22 മുതലുള്ള വചനങ്ങളില്